ഈ ഒരു വെള്ളക്കാന്താരി നമ്മുടെ വീട്ടിൽ ഒരുപാട് കാലമായിട്ടുണ്ട് കേട്ടോ. 1-2 കടയെ നമുക്കിതിനെ ഉള്ളെങ്കിൽ പോലും ഒരുപാട് കാലമായിട്ട് ഒരുപാട് മുളക് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് മുളക് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെന്ത് വിചാരിച്ചു, ഇതൊന്ന് ഉപ്പിലിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ പൊട്ടിച്ചു. കുറച്ചേ പൊട്ടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവിടെ നിർത്തിയേക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് കിട്ടുന്നതായതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അത് കിട്ടുമ്പോൾ. അത് ഒരു ചെറിയ സാധനമായാലും നമുക്കതിനൊരു പ്രത്യേക ഒരു സന്തോഷമാണല്ലേ. ഉപ്പിലിട്ട കാന്താരി മുളകോ വെള്ളക്കാന്താരിയോ എന്തായിക്കോട്ടെ, അത് നമ്മൾ വല്ല കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാല്ലേ. കാന്താരി മുളക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണല്ലേ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാവുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം കൂടുകയും ചെയ്യും അല്ലേ. ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞ് ഉപയോഗിക്കുന്നവരാണെന്ന് വെച്ചാൽ എപ്പോഴും ചില്ലിൻ്റെ പാത്രം എടുക്കുക നല്ലത് കേട്ടോ. അതാകുമ്പോൾ കുറേ നാൾ കേട് കൂടാണ്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ടെന്ന് വിചാരിച്ച് കേടാവൊന്നുമില്ല കേട്ടോ, ഒരുപാട് കാലം ഇരിക്കും കേട്ടോ. അതുകൊണ്ടൊന്നും ഒരു പേടിയും പേടിക്കണ്ട. വെള്ളക്കാന്താരി ഉപ്പിലിടാൻ എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലപോലെ കഴുകിയ കാന്താരി ഉപ്പിലിടാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഓരോ ലെയർ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വേണ്ട സ്വർക്കം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുമ്പോൾ മുളക് എത്രത്തോളം ഉണ്ട് അത്രത്തോളം ഒഴിച്ചിട്ട് പാകാക്കിയിട്ട് നിർത്തുക കേട്ടോ. ഇനി ഇത് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാണ്ട് ഇരുന്നോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നോളൂ, നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മതി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാന്താരി മുളകൊന്ന് തുറന്ന് നോക്കിയിട്ട് എൻ്റെ പൊന്നൊരു രക്ഷയിൽ എന്തും മണമെന്നറിയോ. ആ കാന്താരി മുളകിൻ്റെയും ആ സ്വർക്കയുടെയും എല്ലാം കൂടി മണം കൂടി മിക്സ് ചെയ്തിട്ട് എന്തും മണമെന്നറിയോ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നത്. എന്നെപ്പോലെ തന്നെ നിങ്ങളും കാന്താരി മുളക് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ? നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.